ഇതൊക്കെയല്ലേ ഈ പറയുന്ന സാഹചര്യങ്ങൾ? അങ്ങനെ പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏത് വലിയ ദുഃഖവും നിസ്സാരമാകും ഡോക്ടർ. പക്ഷേ അനുഭവിക്കുമ്പോൾ ഒരു മുട്ടുസൂചി തറച്ച വേദന പോലും നമുക്ക് സഹിക്കാനാവില്ല. ശരിയാ, പക്ഷെ എന്ന് വെച്ച് എനിക്ക് റിയാലിറ്റി കണ്ടില്ല എന്ന് നടിക്കാനാവുമോ സാർ? എനിക്ക് ഊഹിക്കാനാവും. ഞാനിത് പോലീസ് റിപ്പോർട്ട് ചെയ്താൽ അത് പല ബുദ്ധിമുട്ടുകളുണ്ടാക്കും. കേസ്, ചോദ്യം ചെയ്യൽ, ബാങ്ക് ഉദ്യോഗസ്ഥയായ മകൾക്കും കോളേജ് പ്രൊഫസറായ അങ്ങേക്കും അത് അപമാനം ഉണ്ടാക്കും. എന്നാലും ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നില്ലേ? മകൾ എഡ്യൂക്കേറ്റഡ് അല്ലേ, ഉദ്യോഗസ്ഥയല്ലേ? ഇക്കാര്യത്തിലൊക്കെ ഓവറായി ഇമോഷണൽ ആകാതെ കുറച്ച് പക്വത കാണിക്കേണ്ടിയിരുന്നില്ലേ? ഈ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി തരണമെന്ന് എനിക്കറിയില്ല ഡോക്ടർ. ഡോക്ടറുടെ റിപ്പോർട്ട് അനുസരിച്ച് പോലീസ് എൻ്റെ കുട്ടിയുടെ പേരിൽ കേസ് ചാർജ് ചെയ്യുകയാണെങ്കിൽ അതുകൂടി ആവട്ടെ, അനുഭവിക്കാം. ഡോക്ടറെ ബുദ്ധിമുട്ടിച്ചതിന് മാപ്പ്. സാറിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനൊരു സാഡിസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? എന്തിന്? ഡോക്ടറുടെ ഡ്യൂട്ടി ചെയ്യുന്നു. അതോർക്കാതെ വെറും ഒരു അച്ഛൻ്റെ സങ്കടവും പറഞ്ഞ് കയറി വന്ന് ഞാനാണ് തെറ്റുകാരൻ. ഈ ചെറുപ്രായത്തിൽ ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ടി വന്ന എൻ്റെ മോളെപ്പറ്റി മാത്രമേ ഞാൻ ഓർത്തുള്ളൂ. തെറ്റുപറ്റി. മകളുടെ മാരീഡ് ലൈഫിലെ പ്രോബ്ലംസ് ആണല്ലേ കാരണം? അതെ, വേദന സഹിച്ച് തളർന്നപ്പോ എൻ്റെ കുട്ടി ഒരു വഴി കണ്ടെത്തി. എല്ലാ വേദനകളിൽ നിന്നും മുക്തി കിട്ടാൻ. ഞാൻ പോട്ടെ ഡോക്ടർ. നിയമം അതിൻ്റെ വഴി തന്നെ പോട്ടെ. ഞാൻ വന്നതും പറഞ്ഞതുമല്ല ഡോക്ടർ മറന്നു കളഞ്ഞേക്ക്. ഞാൻ മറന്നിരിക്കുന്നു സാർ. സാറിന്റെ മകൾ വിഷം കഴിച്ചിട്ടില്ല, ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുമില്ല. ആശുപത്രി ഒരാളെ അഡ്മിറ്റ് ചെയ്യാൻ വേറെ എത്രയോ കാരണങ്ങൾ കിടക്കുന്നു. ഇൻഡൈജഷൻ, മസ്കുലർ പെയിൻ, അല്ലെങ്കിൽ വെറും പനി. എന്താ സാർ? താങ്ക് യു ഡോക്ടർ. താങ്ക് യു. വെൽക്കം. മോളെ, നീ ടെക്സ്റ്റൈൽസിലേക്ക് വരുന്നോ? ചുമ്മാ ഇവിടെ ഇരുന്ന് ബോറടിക്കല്ലേ? അവള് കടയിൽ വന്നിട്ട് എന്ത് ചെയ്യാനാ? അവിടെ ഇരുന്ന് ബോറടിക്കാനല്ലേ പറ്റൂ. ഞാൻ വരുന്നില്ല. എന്താ പുസ്തകം? പരീക്ഷ കഴിഞ്ഞല്ലോ, പിന്നെന്താ വായന? ഇത് പരീക്ഷയ്ക്കുള്ളതല്ല. അപ്പൊ നീ വരുന്നില്ല. ശരി മീനാക്ഷി, ഞാൻ ഇറങ്ങുന്നു. അച്ഛന് യാത്ര അയക്കാനെങ്കിലും മടി മോളെ. ആ ആഹാ, ആരാ വരുന്നതെന്ന് നോക്കിയേ. ഏതാണ്ട് നല്ല കാര്യം പറയാനാ. എന്താ, എന്തോ വിശേഷം ഉണ്ടല്ലോ? വെറും വിശേഷമല്ല, വല്ലാത്ത വിശേഷം. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? എന്താ? ഞങ്ങളൊന്നും അറിഞ്ഞില്ല. എന്താ ചേച്ചി? നമ്മൾ പേടിച്ചു തന്നെ സംഭവിച്ചു. ആ സുമിത്ര വിഷം കഴിച്ചു. സത്യമാണോ ചേച്ചി? ഇതൊക്കെ ആരെങ്കിലും കള്ളം പറയുമോ? ആശുപത്രിയിലാ. എന്തായിന്ന് ഒരറിവുമില്ല. ഗുരുവായൂരപ്പ, എന്തൊക്കെ കാണണം. കാണേണ്ടി വരും, ഇനിയും കാണേണ്ടി വരും. ഏത് ഹോസ്പിറ്റലിലാ ആന്റി?
ഏത് ഹോസ്പിറ്റലായ നിനക്കെന്താടി? നമുക്ക് അവിടെ വരെ ഒന്ന് പോയി. അതിന്റെ ഒരു ആവശ്യമില്ല. നാട്ടിൽ ഒരുപാട് പേര് വിഷമടിച്ച് ആശുപത്രിയിലാവുന്നുണ്ട്. അവിടെയൊക്കെ നിരങ്ങേണ്ട ഒരു കാര്യമില്ല. ഈ അവസ്ഥയില് ഇങ്ങനെ വാശി പിടിക്കരുത്. നമ്മൾ അവിടെ വരെ ഒന്ന് പോകേണ്ടത് അത്യാവശ്യമാ. അതെ അച്ഛാ, വഴക്കും പിണക്കും ഒക്കെ ഓർത്തിരിക്കേണ്ട സമയമല്ല ഇത്. ഓഹോ, അങ്ങനെയാണല്ലേ? അച്ഛനത് ഓർത്തില്ല. മിണ്ടിപ്പോകരുത്. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു കുടുംബമേ ഇല്ല. ഇവിടുന്ന് ആരും അങ്ങോട്ട് പോകുന്നുമില്ല. മനസ്സിലായില്ലേ? ഇത്രയ്ക്ക് ക്രൂരത പാടില്ല കൃഷ്ണേട്ടാ. സുമിത്ര എന്റെ ഏട്ടന്റെ മോളാ. നമ്മുടെ താരെ പോലെ തന്നെയല്ലേ അവളും? അല്ല, നമ്മുടെ താരയെ പോലെ നമ്മുടെ താര മാത്രമേ ഉള്ളൂ. ചേച്ചി ഒന്ന് പറയൂ ചേച്ചി, അവക്ക് എന്തെങ്കിലും സംഭവിച്ചാ? ഞാൻ ഇതിൽ എന്തോ പറയാനാ? കൃഷ്ണപിള്ളച്ചേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. പഴയതൊക്കെ അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ? ചേച്ചി വിഷം കഴിച്ച് അപകടസ്ഥിതിയിൽ കിടക്കുമ്പോഴാണോ പഴയ ശത്രുതയൊക്കെ ഓർക്കുന്നത്? മിണ്ടരുതെന്ന് നിന്നോടല്ലേ പറഞ്ഞത്? ഇനി ചിലപ്പോ ചേച്ചിയുടെ ഭർത്താവിനെ കിട്ടാനായി യമുന കൊടുത്തതായിരിക്കോ വിഷം? അല്ല, അതിന് സാധ്യതയുണ്ട്. അല്ലേ കൃഷ്ണപിള്ളച്ചേട്ടാ? എനിക്കറിയേണ്ട കാര്യമില്ല. വൃത്തികെട്ട കൂട്ടം. ആ, ഞാൻ ഇറങ്ങുന്നു. അറിഞ്ഞപ്പോ ഓടി വന്ന് പറയണമെന്ന് തോന്നി. പോട്ടെ. ബാക്കിയുള്ളവർ ഇനി മനുഷ്യന്റെ മുഖത്ത് എങ്ങനെ നോക്കും? അവരുമായി യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞാലും നാട്ടുകാർ സമ്മതിച്ചില്ലല്ലോ. കൃഷ്ണേട്ടാ, എന്താടി? എന്നെ ധിക്കരിച്ച് ഈ പടി കടന്നാൽ പിന്നെന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. അമ്മയും മോളും കേട്ടല്ലോ. ആ, നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കും മോളെ? പ്രാർത്ഥിക്കാം. സുമിത്രയ്ക്ക് ഒരു ആപത്തും വരാതിരിക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുള്ളൂ മോളെ. ബാബുട്ട, സുമിത്രേച്ചിക്ക് എങ്ങനെയുണ്ട്? ബോധം വീണു. ഇനി പേടിക്കാനില്ലെന്ന് ഡോക്ടർ പറഞ്ഞത്. ഈശ്വര, ആശ്വാസമായി. ആശുപത്രി വരാനോ സുമിത്രേച്ചിയെ കാണാനോ ഞങ്ങൾക്ക് അനുവാദമില്ല. അച്ഛൻ അറിയാം, സാരമില്ല. എന്നിട്ടും ബാബുവേട്ടൻ്റെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ലല്ലോ. എന്തു പറ്റി? സുമിത്രേച്ചിയുടെ ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേ പരീക്ഷണം അവസാനിച്ചിട്ടില്ല താരെ. സുമിത്രേച്ചി ആത്മഹത്യക്ക് ശ്രമിച്ച എൻ്റെ കുറ്റബോധം കൊണ്ടാവാം യമുനേച്ചി വീട് വിട്ടുപോയി. ദൈവമേ, എല്ലാവർക്കും ഇതെന്തു പറ്റി? എന്നിട്ട് എവിടേക്കാണ് പോയെന്ന് വല്ല വിവരം കിട്ടിയോ? ഇല്ല താരെ, അന്വേഷിച്ച് ഞാൻ തളർന്നു കഴിഞ്ഞു. തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു തോന്നുന്നേ. ഞാൻ ഒരു മനുഷ്യജീവിയാ. മനസ്സിനും ശരീരത്തിനും താങ്ങാവുന്നതിനൊരു പരിധിയുണ്ട്. ആ പരിധിയൊക്കെ കടന്നിരിക്കുന്നു താരെ. ഇനി വയ്യ. ബാബുട്ടാ, ഞാൻ എന്ത് ചെയ്യണം? നീ എന്ത് ചെയ്യാൻ? ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അമ്മയും സുമിത്രേച്ചിയും ഇതുവരെ അറിഞ്ഞിട്ടില്ല യമുനേച്ചിയെ കാണാതായത്. അറിഞ്ഞു പോയാൽ അത് മറ്റൊരു ദുരന്തത്തിലാവും കലാശിക്കുക. ബാബുട്ട നിരാശനാവല്ലേ? യമുനേച്ചി തിരിച്ചു വരും ബാബുട്ട. എൻ്റെ കാര്യം സാരമില്ല. അച്ഛനെപ്പറ്റി ഓർത്തിട്ടാണ് എനിക്ക് സങ്കടം. പാവം, ആ ഹൃദയം തകർന്നു കഴിഞ്ഞു. ഒരച്ഛനും മക്കള് കാരണം ഇത്രത്തോളം വിഷമം അനുഭവിച്ചിട്ടുണ്ടാവില്ല താരെ. ഞാൻ കൂടി വരട്ടെ? എന്നെ കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകൂ? വേണ്ട താരെ, അച്ഛൻ്റെ വാക്ക് ധിക്കരിക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഒരുപാട് ശാപങ്ങളുണ്ട് ഞങ്ങളുടെ മേൽ. ഇനി നിന്റെ പേരിൽ കൂടി വേണ്ട. മതിയായി. ഇതിൻ്റെ പേരാണ് ജീവിതമെങ്കിൽ മതിയായി താരെ. ഇങ്ങനെയൊന്നും പറയരുത് ബാബുട്ട. മനസ്സിൽ ചതിയും വഞ്ചനയും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. അതെ, അതിനൊക്കെ മടിയില്ലാത്തവർക്ക് ഒരു ദുഃഖവുമില്ല.
പാറ പോലുള്ളൊരു മനസ്സ് ദൈവം തന്നില്ലല്ലോ. പകരം തന്നത് പോട്ടെ താരെ. ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, ഒരാപത്തും കൂടാതെ തിരിച്ചെത്താൻ യമുനേച്ചി കഴിയണേന്ന്. ഒരാപത്തും കൂടാതെ. ഞാൻ കാരണം എല്ലാവർക്കും അപമാനമായി അല്ലേ അച്ഛാ? എപ്പോഴും എന്തിനാ മോളെ ഇത് തന്നെ ചോദിക്കുന്നത്? ഇനി എന്നോട് ഇക്കാര്യം ചോദിക്കരുത്. എന്റെ കുട്ടി വല്ലാതെ ക്ഷീണിച്ചു പോയി. അതൊക്കെ വീട്ടിലെത്തി നല്ല ആഹാരമൊക്കെ കഴിച്ചു തുടങ്ങുമ്പോൾ ഉഷാറായിക്കൊള്ളും. ഇപ്പോൾ വെറും ഗ്ലൂക്കോസ് മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ. എന്റെ മോളെ, എന്താ ഞാൻ ഈ കാണുന്നത്? എന്താ അവിവേകമാണ് നീ ഈ കാണിച്ചത്? അതൊക്കെ കഴിഞ്ഞു സുഭദ്രാമേ. ഞാനൊന്നും അറിഞ്ഞില്ല, ആരും എന്നോട് ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ടാ മോൾ ആശുപത്രി കിടക്കുന്ന കാര്യം അമ്മ അറിയാതെ പോയത്. എന്റെ മോളെ, ഇന്ന് രാവിലെ രമേശൻ എന്നോട് ഈ വിവരം പറയുന്നത്. ഞാൻ ആരും അല്ലാതായി പോയല്ലോ. അങ്ങനൊന്നും വിചാരിക്കല്ലേ അമ്മേ. അമ്മയ്ക്ക് സുഖമില്ലാത്തതല്ലേ? ടെൻഷൻ ആവണ്ടെന്ന് കരുതിയാ രമേശ് ഏട്ടൻ അപ്പൊ തന്നെ അറിയിക്കാത്തത്. എന്നാലും ഇത്ര വേണ്ടിയിരുന്നോ മോളെ? പ്രസാദ് ചെയ്ത തെറ്റിന് മോളാണോ ശിക്ഷിക്കപ്പെടേണ്ടത്? അത്ര വിലയില്ലാത്തതാണെന്ന് കരുതിയോ മോളുടെ ജീവിതം? അവന് വേണ്ടെങ്കിൽ അവൻ തോന്നിയ വഴിക്ക് പൊയ്ക്കോട്ടെ. ഈ അമ്മയ്ക്ക് വേണം മോളെ. അമ്മേ, ആരോടും പരിഭവിച്ചല്ല ഞാൻ. ഇനി അഥവാ ആരോടെങ്കിലും പരിഭവം ഉണ്ടെങ്കിലും ഈ വഴി വേണ്ട കേട്ടോ. അതെ, പിന്നെ മോൾക്കൊരു കാര്യം കേൾക്കണോ? അമ്മയുടെ കണ്ണീര് ഈശ്വരൻ കണ്ടു എന്നാ തോന്നുന്നേ. പ്രസാദിന്റെ സ്വഭാവത്തില് നല്ലൊരു മാറ്റം കാണുന്നുണ്ട്. ഇത് പറഞ്ഞത് ആരാണെന്നറിയോ? രമേശൻ. രമേശനോ? അതെന്നേ, പ്രസാദിന് അവനെ കണ്ണിന് നേരെ കണ്ടുകൂടായിരുന്നല്ലോ. ആ രമേശനോട് കഴിഞ്ഞൊരു ദിവസം വളരെ സ്നേഹമായിട്ട് പെരുമാറി. രമേശനെ ചേട്ടാന്ന് വിളിച്ചു. വിശ്വസിക്കൂ ആരെങ്കിലും? പക്ഷേ ഇത് നടന്നതാ. ദൈവമേ, ആരും അറിഞ്ഞിട്ടില്ല. പ്രസാദ് ജയിലിലാണ്. എന്റെ മനസ്സ് പറയുന്നത് ഒട്ടും വൈകാതെ അവൻ വന്ന് മോളെ കൂട്ടിക്കൊണ്ടു പോകുന്ന. അതിനി പ്രസാദ് വരണമെന്നില്ല. ആ വിവരം ഞാൻ ബാലരാമനോടും രമേശനോടും പറഞ്ഞിട്ടുണ്ട്. ഒരു കളിപ്പാട്ടം പോലെ ഇത്രയും നാള് എന്റെ മോളെ അയാൾ തട്ടിക്കളിച്ചു, വേദനിപ്പിച്ചു. പക്ഷേ അവന്റെ മനസ്സ് മാറി വന്നാൽ എനിക്ക് വിശ്വാസമില്ല. പഴയതൊന്നും എനിക്ക് മറക്കാനും പറ്റില്ല. ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത മാറ്റം ഇപ്പൊ പെട്ടെന്നുണ്ടായി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് രമേശന്റെ വെറും തോന്നൽ, അല്ലെങ്കിൽ പ്രസാദിന്റെ അഭിനയം. ഇവളുടെ കൈയും പിടിച്ചിറങ്ങിയതും അയാൾ വാതിൽ കൊട്ടി അടച്ചതും ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. മുഖമടച്ചൊരു അടി കിട്ടുന്നതിന് തുല്യമായിരുന്നു അത്. ആ വിഷയം പോട്ടെ, കൂടുതൽ പറഞ്ഞാൽ നിയന്ത്രണം വിട്ട് പോവും. മോളെ, അമ്മ ഇറങ്ങട്ടെ. മോൾക്ക് വേഗം സുഖമാവാൻ അമ്മ പ്രാർത്ഥിക്കാം. ഇറങ്ങട്ടെ സുമിത്രൻ. കരയാതെ അമ്മേ.
ഞങ്ങൾ ഉം. അമ്മേ, എന്താ മോളെ? യമുന യമുന ഇതുവരെയായിട്ടും വന്നില്ലല്ലോ അമ്മേ. എന്താ അവള് വരാത്തെ? എല്ലാവരും കൂടി പിന്നെ അവളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലേ? കഷ്ടം. എനിക്കിപ്പോ അവളെ കാണണം. അച്ഛനോട് പറയാം മോളെ. അല്ലെങ്കിൽ വേണ്ട, അമ്മയ്ക്കൊന്ന് കുളിക്കണം. ഞാൻ പോയിട്ട് വരാം. വരുമ്പോൾ അവളെയും വിളിച്ചോണ്ട് വരാം. ഞാൻ അച്ഛനോട് പറയട്ടെ.